ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ. അടുത്ത വരുന്ന ശ്രീ ജോസഫ് താങ്കരുതൽ. 58ാമത് നെഹ്റു ട്രോഫി ആർക്ക് എന്ന വിധി എഴുതുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 4 കളിവള്ളങ്ങൾ, പേരും പെരുമയും നേടിയ 4 കളിവള്ളങ്ങൾ പായിപ്പാടൻ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പട്ടാറ ചുണ്ടൻ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ജവഹർ തായങ്കരി മൂന്നാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നു. ശ്രീ ഗണേശൻ 4ാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നു. വളരെയധികം ശക്തന്മാരായ ടീമുകൾ UBC കൈനഗരി ഒന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടനിൽ തുഴയുമ്പോൾ കുമരകം ബോട്ട് ക്ലബ്ബ് പട്ടാറ ചുണ്ടനിൽ തുഴയുന്നു. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ജവഹർ തായങ്കരിയിൽ തുഴയുന്നു. അതുപോലെ തന്നെ കാവാലം ബോട്ട് ക്ലബ്ബ് കരിമാടിക്കുട്ടൻ ബോട്ട് ക്ലബ്ബ് കാവാലംകാര് ശ്രീ ഗണേശനിൽ തുഴയുന്നു. കാവാലംകാരും കൈനകരിക്കാരും കുമരകംകാരും 2 ടീമും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ആർക്ക് എല്ലാ പ്രവചനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കൊണ്ട് ഇതാ ഒരു പുതിയ പോരാട്ടം, പുതിയൊരു യുഗപ്രതി ഇവിടെ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ വിജയികളായിരുന്ന ഈ വർഷം വിജയിക്കുമെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചിരുന്ന കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് കാരിച്ചാലിന്റെയൊക്കെ വള്ളപ്പാടുകൾക്ക് ഇഞ്ചുകൾക്ക് പിന്തള്ളിക്കൊണ്ട് ഇതാ ജവഹർ തായങ്കരി മൂന്നാമത്തെ ട്രാക്കിൽ മൂന്നാമത്തെ കിറ്റ്സിൽ ഒന്നാമതായി എത്തിയെങ്കിൽ തൊട്ടടുത്ത് ഗണേശൻ കാവാലം ബോട്ട് ക്ലബിന്റെ പഴയ കാവാലം ചുണ്ടൻ, കാവാലം സിനിമ വരെ ഇറക്കിയ കാവാലം, പഴയ പടക്കുതിരയായ കാവാലം, 1950കളിലെ പുന്നമടക്കായലിന്റെ രോമാഞ്ചമായിരുന്ന കാവാലത്തുകാരുടെ ശ്രീ ഗണേശൻ ഇതാ 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. അപ്പോൾ കുമരകംകാരുടെ പട്ടാറ പഴയ പടക്കുതിര, അവര് നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ടീമാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. അതുപോലെ പായിപ്പാടൻ UBC കൈനഗരി കുട്ടനാട്ടുകാരുടെ രോമാഞ്ചമായിരുന്ന കുട്ടനാട്ടുകാരുടെ ശക്തന്മാരായിരുന്ന ഒരു ടീമാണ് UBC കൈനഗരി. അതുപോലെ UBC കൈനഗരിയും കുമരകം ടീമും കുമരകത്തെ 2 ടീമും കാവാലംകാരും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഏത് മത്സരം ഏത് വള്ളം വിജയിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരേ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ഏത് വള്ളം 58ാമത് നെഹ്റു ട്രോഫി കരസ്ഥമാക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഒരുപിടി ചരിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വള്ളങ്ങളാണ് ഈ 4 കളിവള്ളങ്ങൾ എല്ലാം തന്നെ. പായിപ്പാടൻ വള്ളം 1900 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും 2000 പിറന്നതിന് ശേഷം പുത്തംവള്ളം പണിതപ്പോഴാണ് പായിപ്പാട്ടുകാർക്ക് 2005ലും 2006ലും 2007ലും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഇതേ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാര് ജവഹർ തായങ്കരിയിൽ ഇപ്പോൾ തുടരുന്ന കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുടരുന്ന പായിപ്പാടലിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ അവർക്ക് ഭാഗ്യം സിദ്ധിച്ചു എങ്കിൽ 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജവഹർ തായങ്കരി 1977ലും അതുപോലെ 78ലും 85ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു വള്ളമാണ്. ഒരു കാലത്ത് 80കളിലും 70കളുടെ അവസാനം മുതൽ കാരിച്ചാലും ജവഹർ തായങ്കരിയുമായിരുന്നു നെഹ്റു ട്രോഫിയിൽ സ്ഥിരവൈരികൾ. അങ്ങനെയുള്ള ജവഹർ തായങ്കരി പായിപ്പാടനും നെഹ്റു ട്രോഫി നേടിയ 2 ചരിത്രം മാത്രമുള്ള 2 വള്ളങ്ങളാണ് എങ്കിൽ പട്ടാറ പ്രായേണ പുതിയൊരു വള്ളമാണ്. ശ്രീ ഗണേശൻ പഴയ പായിപ്പാടൻ വള്ളമാണ്. അങ്ങനെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള 2 വള്ളങ്ങളും മുത്തമിടുവാൻ ശ്രമിക്കുന്ന 2 വള്ളങ്ങളും തമ്മിലുള്ള പോരാട്ടം. നിരവധി തവണ ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുള്ള, ട്രോഫികൾ നേടി അജയ്യരാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള UBC കൈനഗരിയും കുമരകം ബോട്ട് ക്ലബ്ബും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും കാവാലംകാരും തുഴയുന്ന 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ഏത് വള്ളമാണ് ഇപ്പോൾ 1ാം ട്രാക്കിലുള്ള പായിപ്പാടനാണോ, 2ാം ട്രാക്കിലുള്ള പട്ടാറ അല്പം പിന്നിലാണ്, 3ാം ട്രാക്കിലുള്ള ജവഹർ തായങ്കരി ഇതാ കുതിച്ചു വരുന്നു, 4ാം ട്രാക്കിലുള്ള ശ്രീ ഗണേശനാണോ, ഏത് വള്ളമാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ കഴിയുക എന്ന് പറയിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അത്യുജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയാണ്. 1ാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടൻ ഇപ്പോൾ അല്പം മുൻപിലാണ്. അല്ല, ജവഹർ തായങ്കരി 11ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി കുതിച്ചു പായുന്നു. ജവഹർ തായങ്കരി തന്നെ ഇപ്പോൾ ഇഞ്ചുകൾക്ക് പിന്നിൽ. തൊട്ടടുത്ത് ശ്രീ ഗണേശുണ്ട്. പായിപ്പാടൻ അതിലും പിന്നിലാണ് പട്ടാറ. എങ്കിലും ഇനിയും ജയത്തിനും പരാജയത്തിനും സമയമുണ്ട്. ഇതാ ഫിനിഷിംഗ് പോയിന്റിനോട് ഏകദേശം 100 മീറ്റർ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ജവഹർ തായങ്കരി തന്നെ കുതിച്ചുമായിരുന്നു. അല്ല, 17ാം നമ്പർ വള്ളം പായിപ്പാടൻ ഇപ്പോൾ അല്പം ലീഡ് നേടിയിട്ടുണ്ട്. ഇടയ്ക്ക് കിടക്കുന്നതിന്റെ ഒരു അസൗകര്യം ജവഹർ തായങ്കരിക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും 1ാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടൻ 3ാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയും തമ്മിൽ അത്യുജ്വലമായ ഒരു പോരാട്ടം. ഇതാ ജവഹർ തായങ്കരി തന്നെ ഇഞ്ചുകൾക്ക് പിന്നിൽ ജവഹർ തായങ്കരി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. മനോഹരമായ ഒരു പ്രകടനത്തിലൂടെ എല്ലാവരുടെയും ചിന്തകളെ അട്ടിമറിച്ചുകൊണ്ട്, എല്ലാവരുടെയും പ്രവചനത്തെ അട്ടിമറിച്ചുകൊണ്ട് ജവഹർ തായങ്കരി പഴയ പടക്കുതിര ഈ വർഷത്തെ 2000